മോർണിംഗ് ഗായ്സ്. അങ്ങനെ ഇന്ന് ലാസ്റ്റത്തെ ദിവസം നമ്മുടെ ഇവിടുത്തെ. നാളെ വൈകുന്നേരം നമ്മൾ ട്രെയിൻ കയറും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ചായക്ക് പാലുണ്ടായില്ല. അപ്പോൾ നമുക്ക് പാൽ വാങ്ങാൻ വേണ്ടി പോകണം. പിന്നെ കപ്പയും ചിക്കനും നാളത്തേക്ക് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി കപ്പ കഴിക്കാമെന്ന്. അപ്പോൾ കപ്പ നാട്ടി വന്നപ്പോൾ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ഇപ്പോൾ പിന്നെ ഇന്നൊരു ദിവസം അല്ലേ എന്ന് ഓർത്തപ്പോൾ ആദ്യം രാവിലെ പോയി കപ്പയും പച്ചക്കറിയൊക്കെ വാങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, നടന്നു പോകാനുള്ളൂ, വണ്ടി എടുത്ത് പോകാനുള്ള ദൂരമൊന്നുമില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ തന്നെയുണ്ട്. അടുത്ത് തന്നെ ഇപ്പോൾ ചിക്കൻ കടയുണ്ട്, പച്ചക്കറി കടയുണ്ട്. അപ്പോൾ അതേ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഇത് റെഡി ആക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പുറത്ത് പോയി ചിക്കനും കപ്പയും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് കഴുകി കപ്പ രാവിലത്തേക്ക് വേണ്ടിയുള്ള എല്ലാം ഇതാക്കിയൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് പണിയിലേക്ക് കിടക്കാം. അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് പാലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ വൃത്തിയാക്കാൻ വേണ്ടി നിന്ന്. ആ സമയത്ത് അമ്മ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ആക്കണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അമ്മക്ക് ആകെ ഇന്നൊരു ദിവസമേ റെസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് അമ്മ രാവിലത്തെങ്കിലും ഞാൻ ഉണ്ടാക്കി നമുക്ക് റെസ്റ്റ് കൊടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ പിന്നെ ആദ്യം കപ്പ വേവിക്കാൻ വെച്ച് എന്നിട്ട് ബാക്കി പണി നോക്കാമെന്ന് ഓർത്ത്. പിന്നെ ചിക്കൻ വൃത്തിയാക്കാൻ എനിക്ക് അത്ര വൃത്തിയായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം ഇതാക്കി തേപ്പ് അമ്മ വന്ന് ബാക്കി അമ്മ എല്ലാം ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഊറ്റിയെടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നിന്നുള്ളൂ. അതേനപ്പത്തേക്ക് കപ്പക്ക് ചമ്മന്തി മതി, വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഞങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ ഉള്ളിയൊക്കെ പൊളിച്ച് അങ്ങനെ തന്നെ നമ്മുടെ കപ്പയും വെന്ത് ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ രാവിലത്തേക്ക് ചായ ഇടുക. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ച് കപ്പയൊക്കെ കഴിച്ചിട്ട് കാണാം. അമ്മ ലീവിനുള്ള ദിവസം മാത്രമേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുള്ളൂ കേട്ടോ. അല്ലേ അമ്മ രാവിലെ 5 മണിക്കേ പോകും. അപ്പം പിന്നെ അമ്മാമ്മനോട് ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളിതിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടി ഇനി വെച്ചേക്കുക. ബിരിയാണി ഫുൾ റെസിപ്പി നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കിച്ചൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ബിരിയാണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം. അങ്ങനെ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചൺ ഒരു പരിവായിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ ഇങ്ങോട്ടെടുത്ത് അതെല്ലാം അവിടെ തന്നെ വെക്കും. അപ്പം തന്നെ മാറ്റത്തില്ലായിരുന്നു. പിന്നെ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കണം. നമ്മളൊരു ലോങ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ കിച്ചണെല്ലാം വൃത്തിയാക്കി പാത്രം എല്ലാം കഴുകി വെച്ച്. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അമ്മ റൂമും വീടും എല്ലാം ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം ലീവ് ഇട്ടുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാതി ഓരോന്നേ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ നമ്മളതെല്ലാം റെഡിയാക്കി കിച്ചണൊക്കെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്കിനി പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പോഴത്തേക്ക് ബിരിയാണി ആവത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഇരുന്നിട്ട് അമ്മ കുളിക്കാൻ വേണ്ടി പോയേക്കും. അപ്പോൾ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്ത് പോകാം. അതിന് പിന്നെ 5 മിനിറ്റ് നമ്മൾ TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മളത് കുളിച്ച് ഫ്രഷായി നമുക്ക് പപ്പടവും കൂടി വറുത്തിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണി ആദ്യം എനിക്ക് തന്നെ വിളമ്പുക. കാല് വേണേ. നമുക്ക് റിവ്യൂ അമ്മാമ്മനോട് ചോദിക്കാം. ഉണ്ടാക്കിയില്ല, മാങ്ങാച്ചാറ് മാത്രം അമ്മ ഉണ്ടാക്കിയത്, ബാക്കി എല്ലാം ഞാൻ ഒറ്റക്ക് ചെയ്തത്. അപ്പം നമുക്ക് അയച്ചിട്ട് കാണാം ഗൈസ്. അമ്മ റിവ്യൂ പറയണേ, സത്യസന്ധമായിട്ട് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു. തുടങ്ങ്. ആ സാലഡും കൂട്ടി കഴിക്കണേ. ഉപ്പ് കുറവാണോ? കറക്റ്റാണോ? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? എന്നിട്ട് എന്തോ ഒരു വികാരമില്ലാത്ത ടേസ്റ്റ് ഉണ്ടോ? അന്നതിനെക്കാട്ടും ബെറ്റർ ആയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിച്ച് സമാധാനം സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഇനി നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവുക. നാളെ പോകാനുള്ള സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകാൻ പോവുക. ഇനി അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് കാണാം. പിന്നെ നമ്മൾ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ഇറങ്ങി. ഉച്ചക്കാണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണ സമയമില്ല എന്നുള്ളതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓരോ ക്ലിപ്പ് ഓരോന്നും മാച്ച് ഇല്ല എന്നറിയാം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഓരോന്ന് എടുത്തു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കണം, അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്നും. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എത്തിയത് ബ്രോഡ്വേയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ നോക്കണമായിരുന്നു ഡ്രസ്സിൻ്റെ. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ നല്ല മെറ്റീരിയൽ കിട്ടും എന്നോർത്ത് നമ്മൾ കയറിയതായിരുന്നു.
അങ്ങനെ നമ്മൾ അന്വേഷിച്ചൊന്നും മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിലും ബാക്കി കുറേ സാധനങ്ങൾ ആവശ്യമില്ലാതെ നമ്മൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്. ആവശ്യമില്ലാന്നതല്ല, നമ്മൾ വാങ്ങണം എന്ന് ഉദ്ദേശിച്ച് പോയതല്ല, എന്നാലും നമ്മൾ അത് വാങ്ങേണ്ടി വന്നു. മെറ്റീരിയലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച തുണി ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ അമ്മാമ്മക്കൊരു നൈറ്റി നോക്കണം എന്ന് പറഞ്ഞാൽ ആ ഏരിയ മൊത്തം അമ്മ തിരയുമായിരുന്നു നൈറ്റി എവിടെ ഉണ്ടാവണേന്ന് ഓർത്തിട്ട്. പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞ നൈറ്റി എല്ലാം മേളത്തെ സെക്ഷനിലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അമ്മാമ്മക്ക് വേണ്ടിയുള്ള നൈറ്റി തുണി എടുത്ത് അങ്ങനെ വന്നിട്ട് എൻ്റെ ആവശ്യം നടന്നില്ലെങ്കിലും അമ്മാമ്മക്ക് വേണ്ടിയുള്ള ആവശ്യമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബിരിയാണി കഴിച്ചുകൊണ്ടാണോ എന്താണോ എന്ന് അറിഞ്ഞുള്ള ഭയങ്കര ദാഹമായിരുന്നു. പിന്നെ ഭയങ്കര വെയിലും ഉണ്ടായി. നല്ല ഉച്ചയായി, 1 മണി 2 മണി എന്തോ ടൈമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് കയറി. ഇവിടെ മെറ്റീരിയൽ കിട്ടുമെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്കൊരു കുപ്പി വെള്ളം വേണോ അമ്മേ, എന്നാലേ നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ വെള്ളം വാങ്ങി നമ്മൾ അങ്ങോട്ട് കയറി. അങ്ങോട്ട് കയറിയിട്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായില്ല ഇവിടെ നിന്ന് മെറ്റീരിയൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പുണ്ടായില്ല. അവസാനം ചോദിച്ചതെന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു നമുക്ക്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മെറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇനി പോണത് അമ്മക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊരു കുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ബുക്കൊന്ന് പതിപ്പിക്കണമായിരുന്നു. അപ്പോൾ നമ്മളത് ആദ്യം അങ്ങോട്ട് പോയി നമ്മൾ ബുക്ക് പതിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ വന്ന് നമുക്ക് ബുക്കൊക്കെ പതിപ്പിച്ചു തന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നോർത്താണ് വന്നത്. അപ്പോൾ പാലം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്കൊന്ന് അടുത്തുള്ള നക്ഷത്ര ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിലും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനോട് അതിനു മുമ്പേ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹം എന്താ നിങ്ങളിപ്പോൾ കാണും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ വന്നതായിരുന്നു. അപ്പം എൻ്റെ ആഗ്രഹം എന്തായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടില്ലേ. ആദ്യത്തെ സ്റ്റഡ് കുത്തിയപ്പോൾ തന്നെ വേദന സഹിക്കാൻ പറ്റാണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് വീഡിയോ ഓഫാക്കിക്കൊള്ളാൻ പറഞ്ഞ്. പിന്നെ നമ്മളിതേ ഒരു മോറിൽ കയറി നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അപ്പുറത്തെ ബേക്കറിയിൽ പോയി എല്ലാം വാങ്ങി എല്ലാം കൊണ്ടുവന്ന് നേരെ നമ്മൾ പിന്നെ ഇപ്പോൾ പോയത് അമ്മാമ്മയുടെ അടുത്തേക്കാട്ട്. ഇനി അമ്മാമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് ഇപ്പം കാണാവേ. ഞാൻ വീഡിയോ ഓണാക്കാതെ ഇത്രയും നേരം കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളത് കാത് കുത്തിയാണ്ട് വേദന ഉണ്ട് ചെറുതായിട്ട്. അപ്പം ഉപ്പുവെള്ളം ഇടാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പതേ അമ്മ അതിനുവേണ്ടി കല്ലുപ്പ് ഇതാക്കിക്കൊണ്ടിരിക്കും. ചൂടുവെള്ളോ അമ്മ പുള്ളും ഇപ്പഴും നല്ല വേദനയാ. അങ്ങനെ ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ നീറുമെന്നുള്ളൊരു പേടിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണുക. പിന്നെ അമ്മ ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചത് പാതി മേത്തായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മേത്തേക്കെല്ലാം പോണ എന്തുകൊണ്ട് ഒഴിക്കണ മേത്തേക്കെല്ലാം പോവാ. അങ്ങനെ പിന്നെ ഉപ്പുവെള്ളമൊക്കെ ഇട്ടപ്പോൾ 4 മണിയായപ്പോൾ അമ്മ ചായ ഇട്ട്. ചായക്ക് നമ്മൾ പുറത്തുനിന്ന് ബജ്ജിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ പിന്നെ അമ്മമ്മയോടൊപ്പം ബജ്ജിയൊക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നു. ചായ കുടിച്ചിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ലഡു ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതിനകത്ത് ലഡു ഒക്കെ ഉണ്ടാക്കി. ലഡു ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അങ്ങനെ നമ്മുടെ ലഡു ഒക്കെ ഇവിടെ സെറ്റാകാൻ വേണ്ടി 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഓർത്തപ്പോൾ തറവാട്ടിലെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് വരാമെന്ന് ഓർത്ത്. അപ്പം നമുക്കിനി അവിടെയൊക്കെ പോയിട്ട് വരാം. അങ്ങനെ പിന്നെ നമ്മൾ ലേറ്റ് ആയെങ്കിലും നേരെ തറവാട്ട് വീട്ടിലേക്ക് പോയി. എല്ലാ ലീവിന് വരുമ്പോൾ അവിടെ ചെന്ന് ആൻറ്റിമാരെ അങ്കിൾമാരെയൊക്കെ കാണാറുള്ളതാണ്. ഇവട്ടം ലാസ്റ്റ് ആയപ്പോഴാണെങ്കിലും ഒന്ന് ചെന്ന് കാണാമെന്ന് ഓർത്ത് അങ്ങനെ അവിടെ തറവാട്ടിൽ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരനെ വിട്ടത് ഇവിടെ ഐസ്ക്രീമൊക്കെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായി. പിന്നെ ഐസ്ക്രീമും കഴിച്ച് ബിഗ് ബോസും കണ്ട് കുറച്ച് നേരുന്നപ്പോഴത്തേക്ക് അമ്മതേ രാത്രിത്തെ ഫുഡ് എടുത്തുകൊണ്ട് വന്ന്. അങ്ങനെ ഫുഡും കഴിച്ച് അങ്ങനെ നമ്മൾ TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ബിഗ് ബോസ് കാണുമായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് പിന്നെ ഞാൻ മാത്രമേ കാണുള്ളൂ. അമ്മയൊക്കെ പോയി കിടന്നു ഉറങ്ങി. അവർ നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. മിക്കതും അമ്മയുള്ളതുകൊണ്ട് പുറത്തു പോക്കായിരിക്കും, സാധനം വാങ്ങലായിരിക്കും, തിരിച്ചു വരലായിരിക്കും, പിന്നെ തറവാട്ട് വീട്ടിൽ പോയി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.